ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കാവലോസിൻ ബീച്ചിന്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ കാവലോസിൽ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. കാവലോസിൽ മാത്രമല്ല, നമ്മുടെ നോർത്തിലും സൗത്ത് ഗോവയിലും ഒക്കെ ആയിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ ആണ് ഫിഷർമാൻസ് വാഫ് എന്ന് പറയുന്നത്. നമ്മളുടെ ആ പേരിൽ തന്നെ ഉള്ളത് പോലെ തന്നെ നല്ല ഫിഷാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അവിടെ ഇതൊരു റിവർ വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ അവർ അവിടെ നിന്ന് തന്നെ പിടിച്ചിട്ട് നമുക്കതൊക്കെ കാണിച്ചിട്ട് നമ്മൾക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നൊക്കെ കാണിച്ചിട്ടാണ് അവർ കുക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല വലിയ റെസ്റ്റോറൻറ്റും ആണ്. അതിൻ്റെ ആംബിയൻസ് ആണെങ്കിലും അടിപൊളി, കൂടെ റിവർ വ്യൂ ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അവിടെ വന്നിരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് ഒരു 6 മണിയായി കാണും. അപ്പോൾ ഇത് കണ്ടോ, അവിടെ അടുത്തുള്ള റിവറിൽ ബോട്ടൊക്കെ ഇങ്ങനെ പോവാണ്. ഇത് റിവറും കടലൊക്കെ കൂടി ചേരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പുഴ എല്ലാം തോന്നുന്നു, എക്സാക്ട് പുഴ എല്ലാം തോന്നുന്നു. കണ്ടോ അവിടെ ഫിഷിംഗ് ബോട്ടുകളും ഉണ്ട്. ഈ പോകുന്നതൊക്കെ ഇത് അവര് ഈ ക്രൂസ് പോലെയൊക്കെ പോകുന്നതാണ്, ഈ ടൂറിസ്റ്റുകളെ കൊണ്ടൊക്കെ പോകുന്നതാണ്. അതിൽ തന്നെ ഡൈനിങ് ഒക്കെ ഉണ്ട് അവരുടെ. ഓരോരോ ഇവിടെ അടുത്തുള്ള ഓരോരോ റെസ്റ്റോറൻറ്റുകളുടെ പേരിലുള്ള ബോട്ടുകളാണ്. അപ്പോൾ അതിൽ തന്നെ അവരവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. ആ ബോട്ടിൽ തന്നെ അവർ റെസ്റ്റോറൻറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഡ്രിങ്ക്സ് ആണ് പറഞ്ഞത്. ഞാനൊരു റാസ്ബെറിയുടെ ഇതാ പറഞ്ഞത്. റാസ്ബെറി അല്ല, സോറി, ക്രാൻബെറിയുടെ ജ്യൂസാണ് പറഞ്ഞത്. ഫ്രഷ് ജ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു ക്യാൻഡ് ജ്യൂസാണ് പറഞ്ഞത്. പിന്നെ ജിത്തു ആസ് യൂഷ്വൽ ഒരു ബിയറും പറഞ്ഞു. പിന്നെ ഇവിടെ നല്ല രസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് നല്ല ബിസി ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ക്രാൻബെറി ജ്യൂസാണ് കേട്ടോ. ഇത് ക്യാൻഡ് ജ്യൂസാണ്, ഫ്രഷ് ജ്യൂസ്. നമ്മുടെ പൈനാപ്പിളും പിന്നെ ഏതായിരുന്നു, വാട്ടർമെലനായിരുന്നു. എനിക്ക് രണ്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിത് പറഞ്ഞു. കണ്ടു, ഇതായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ ഫ്രഷ് ക്യാച്ച് എന്ന് പറയുന്നത്. പോംഫ്രെറ്റും പിന്നെ റെഡ് സ്നാപ്പറും. പിന്നെ അപ്പുറത്തിരിക്കുന്ന മീൻ എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ റെഡ് സ്നാപ്പർ തന്നെ കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത്. അപ്പോൾ റെഡ് സ്നാപ്പർ അത് കാണിച്ചത് ഇത്തിരി വലിയ പീസായിരുന്നു. അതിന്റെ കിലോ ഭയങ്കര കൂടുതലായിരുന്നു. അതിന് തന്നെ എന്തോ 1900 ആയിരുന്നു അതിന്റെ റേറ്റ് വരുന്നത്, അവരത് കുക്ക് ചെയ്ത് തരുന്നതിന്, ആ റെഡ് സ്നാപ്പർ. അപ്പൊ ഞങ്ങൾ അതിനേക്കാളും ചെറിയ സൈസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരത് നോക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ റേറ്റ് ഒക്കെ ബാക്കിയുള്ള ഡിഷസിനൊക്കെ റേറ്റ് മറ്റുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ പോലെ തന്നെയാണ്. റീസണബിൾ എന്നല്ല, നമ്മൾ ഗോവയിൽ എന്തായാലും റേറ്റ് ഇത്തിരി കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെയൊക്കെ റേറ്റ് ആണ്. അപ്പോൾ ഇത് കാവലോസിൻ്റെ ആണ് വരുന്നത്. നല്ല ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടെ ഗോവയിൽ തന്നെ. റെസ്റ്റോറൻറ്റ്സിൽ സെക്കൻഡ് റാങ്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവരുടെ ഫ്രാഞ്ചൈസ് ഇത് നോർത്ത് ഗോവയിലൊക്കെ അവൈലബിൾ ആണ്, ചെയിൻ സർവീസാണ്. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫിഷ് ഐറ്റംസ് ആണ്. നല്ല വലിയ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ച പോലെ തന്നെ ഫ്രഷ് ക്യാഷ് ആയിട്ടുള്ള ഫിഷ് ഉണ്ട്. അവർ കൊണ്ടേ കാണിക്കും, എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. പെർ ഗ്രാം അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. റേറ്റ് കുറച്ച് ഹൈ ആയിരിക്കും, ഗോവയല്ലേ, അപ്പോൾ എന്തായാലും റേറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ നല്ല റെഡ് സ്നാപ്പറും അല്ലാണ്ടുള്ള കുറേ റിവർ ഫിഷും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗോവ വരുന്നവർ മിസ്സാക്കണ്ട ഈ റെസ്റ്റോറൻറ്റ് കേട്ടോ, ഫിഷർമാൻസ് വാ. ഓക്കെ, യാ പ്ലീസ്. Thank you. അപ്പോൾ ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത റെഡ് സ്നാപ്പർ. അവർ കട്ട് ചെയ്തിട്ടാണ്, ഞങ്ങൾ കട്ട് ചെയ്തിട്ട് തരാൻ പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. താങ്ക് യു. ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ, ഐ വിൽ ഓൾസോ. You want spoon? I don't want spoon.
ടേസ്റ്റ് ആപ്പിൾ. awesome. മസ്റ്റ് ട്രൈ. അപ്പോൾ കേട്ടല്ലോ, മസ്റ്റ് ട്രൈ എന്നൊക്കെയാണ് പറയുന്നത്. ഞാനോട് കഴിച്ചിട്ട് പറയാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ അതേ നേരമൊക്കെ അങ്ങോട്ട് ഇരുട്ടി തുടങ്ങി. അങ്ങോട്ട് സന്ധ്യയായപ്പോൾ കണ്ടോ ബോട്ടുകളൊക്കെ ആ ലൈറ്റ് ഒക്കെ ഇട്ട് പോകാൻ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള നല്ല വ്യൂ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഫുഡ് മാത്രമല്ല, നല്ല ആംബിയൻസും റെസ്റ്റോറൻറ്റിൽ തന്നെ പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ആംബിയൻസ് ആണ്. അതല്ലാണ്ട് തന്നെ റിവറിന്റെ നല്ലൊരു ഇതുണ്ടാവും, വ്യൂ ഉണ്ടാവും. ഇതേപോലെ തന്നെ ബോട്ടുകളും ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ സൗത്ത് ഗോവയിലൊക്കെ വരുന്ന, സൗത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ നോർത്തിലും ഉണ്ട്. പക്ഷെ എന്തായാലും എല്ലാവരും ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒന്ന് കയറണം കേട്ടോ. മീൻസ് ഗോവ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ എൻജോയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കുറച്ചെങ്കിലും നല്ല നല്ല റെസ്റ്റോറൻറ്റുകളും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. സ്പെഷ്യൽ ഫുഡുകളും ഫിഷും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഫിഷർമാൻസ് വാഫ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതേപോലെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞൊക്കെ തരാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, ഫിഷർമാൻസ് വാഫ്. നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തതും ഇവിടെ എല്ലായിടത്തും ഉള്ളതായിട്ടുള്ളൊരു സംഭവമാണ് ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ഡ്രിങ്ക്സ് സെർവ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇതാണല്ലേ. ഇവിടെ അങ്ങനെ ആരും കുടിച്ചിട്ടൊന്നും അങ്ങനെ പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. എല്ലാവരും അവരുടെ ഒരു ലിമിറ്റ് ഉണ്ട്, അതനുസരിച്ചിട്ട് അവർ കുടിക്കുക. എന്നിട്ട് പിന്നെ കൂടുതലും ഡാൻസ് ആയിരിക്കും, അതും ഓവറായിട്ടൊന്നും അല്ല. അവിടെ തന്നെ അവർ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും, അതിനനുസരിച്ചിട്ട് അവർ ഡാൻസ് ഒക്കെ കളിക്കും. കൂടുതലും വരുന്നത് കപ്പിൾസ് ആണ്. ഞാൻ ഗോവയിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഗോവയിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കപ്പിൾസ് ആയിട്ടായിരിക്കുള്ളൂ വരുന്നത്. ഇപ്പോൾ കുറെ അങ്കിൾമാരൊക്കെ ഉണ്ടാവൂലേ, കുറെ പ്രായമായിട്ടുള്ള, അവരെല്ലാവരും അവരുടെ വൈഫിന്റെ കൂടെ വന്ന് എപ്പോഴെങ്കിലൊക്കെ ആയിട്ടൊക്കെ വന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുക. അങ്ങനത്തെ ഇതാണ് വീക്കെൻഡ്സിലൊക്കെ ഒരുമിച്ചൊക്കെ ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ ഒരു നല്ലൊരു ബോണ്ടിങ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാ കപ്പിൾസിന്റെ ഒക്കെ ഇടയിലായിട്ട്, വൈഫും ഹസ്ബൻഡിന്റെ ഒക്കെ ഇടയില്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഞങ്ങൾ കമന്റ് വഴി പറയണം. പിന്നെ നിങ്ങൾ വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റ് ഏതായിരുന്നു, ഫുഡ് ഏതാണ് നിങ്ങൾ കഴിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. അപ്പോൾ ഞങ്ങൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ, നിങ്ങൾ പറയുന്ന റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് വെച്ചാൽ. പിന്നെ ഇത് അവർ കുറച്ച് അവരുടെ സ്പെഷ്യൽ സ്പൈസസ് ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. കുറച്ച് ലിക്കറാണെന്ന് തോന്നുന്നു, അതും പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നല്ല ഇന്റീരിയർ ആണല്ലോ അവർ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവർ ചെയ്തു വെക്കണം ഇതേപോലെയുള്ള ഐറ്റംസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പിക്സ് എടുക്കാൻ പറ്റും. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം കുറേ പിക്സ് എടുത്തിട്ടുണ്ട്, അതൊക്കെ ഓൾറെഡി ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണണം കേട്ടോ. പിന്നെ ഇതേപോലെ രണ്ട് നല്ല വലിയ അക്വേറിയം ഉണ്ടായിരുന്നു ഇവിടെ, കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ഗോവ ട്രിപ്പിൽ നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഫിഷർമാൻസ് വാഫ്. അപ്പോൾ
കാവലോസിയിലാണ് ഇത് വരുന്നത്, സൗത്ത് ഗോവയിൽ. പിന്നെ നോർത്തിലുണ്ട്. നോർത്തിൽ എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് പ്ലേസ് ഇപ്പം അറിയത്തില്ല, നിങ്ങൾ അത് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, ഞാനിവിടെ പിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാതെ എവിടെയാണെന്ന് നോർത്ത് ഗോവയിൽ. അപ്പോൾ ഫുഡ് വൈസ് ആണെങ്കിലും ആംബിയൻസ് ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, കിഡുവാണ്. അപ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലോ അവർ ചെയ്തേക്കണ വേ തന്നെ. പിന്നെ നല്ല വൃത്തിയുള്ള റെസ്റ്റ് റൂമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ മറക്കണ്ട, ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം കേട്ടോ.